കണ്ണീർ നോവാവുകയാണ് വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിൽ ദുരന്തം. ഇന്നിപ്പോൾ ദുരന്ത മേഖലയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 6ആയി. ഇനി 2 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇവർക്കായി 4 സോണുകളിലായിട്ടാണ് തിരച്ചിൽ തുടരുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാസ്റ്ററും ദുരന്തഭൂമി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. PV ജോഷില കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. ജോഷില, ഇനി 2 പേരെ കൂടിയാണ് അവിടെ നിന്നും കണ്ടെത്തുവാനുള്ളത്. തിരച്ചിൽ ഇപ്പോൾ ഇന്നത്തേക്ക് അവസാനിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ നിലവിലത്തെ സാഹചര്യം? സിന്ദൂരി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 2 പേരെ കൂടിയാണ് ഇനി കണ്ടെത്തേണ്ടത്. കാരണം കമ്പനി നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 18 പേരാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. ഈ 18 പേരിൽ 10 പേരെ നേരത്തെ കണ്ടെത്തിയിരുന്നു. 6 ഇതിൽ പരിക്കേറ്റവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 പേരുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇന്ന് 3 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഇന്നലെ 3 പേരുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നു. അങ്ങനെ 6 പേരുടെ മൃതദേഹമാണ് കണ്ടെടുത്തത്. ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. ഇനി 2 പേരുടെ കാര്യത്തിൽ കൂടി സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. വിക്രം റാണ ഹിമാചൽ പ്രദേശ് സ്വദേശിയാണ്, കൺസ്ട്രക്ഷൻ മാനേജറാണ്. രാകേഷ് ഗുച്ചേത് സർവേയർ പശ്ചിമ ബംഗാൾ സ്വദേശിയാണ്. ഇവരുടെ 2 പേരുടെ കാര്യത്തിൽ കൂടിയാണ് ഇനി സ്ഥിരീകരണം ഉണ്ടാകേണ്ടത്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്ന അവസ്ഥ തന്നെയാണുള്ളത്. എന്നാൽ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കഴിഞ്ഞ ബുള്ളറ്റിനുകളിലെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ തിരച്ചിൽ വളരെ മന്ദഗതിയിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ദുരന്തങ്ങളിലെല്ലാം കണ്ടതുപോലെ ഒരു ജാഗ്രതയോ വേഗതയോ തിരച്ചിലിനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി അവിടെ പുഴയിൽ കിടന്നിരുന്ന ബസ് മാറ്റിയപ്പോഴാണ് ഇന്ന് 3ാം സോണിൽ ഈ തിരച്ചിൽ നടത്താൻ സാധിച്ചിട്ടുള്ളത്. 3ാം സോണിലെ തിരച്ചിൽ ഇന്ന് ആരംഭിച്ചതേ ഉള്ളൂ. അപ്പോഴാണ് അതിന് അടുത്തുള്ള സ്ഥലത്ത് വെച്ച് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കാൻ സാധിച്ചത്. ഇത് നേരത്തെ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. കാരണം ബസ്സിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ പരിസരത്ത് ആളുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിലും ഒരു സംശയം ഉണ്ടായിരുന്നു. ആ സംശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബസ് നേരത്തെ മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 2 പേരുടെ ജീവൻ അന്ന് തന്നെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. എന്തായാലും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനൊക്കെ തന്നെ ചെലവഴിച്ച ആ ജാഗ്രതയും വേഗതയും ഒന്നും തന്നെ ആളുകളുടെ കാര്യത്തിൽ, തിരച്ചിൽ നടത്തുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അന്ന് രക്ഷാപ്രവർത്തകർ തന്നെ ഞങ്ങളോട് പലരും പറഞ്ഞതാണ്, കൂടുതൽ ഹിറ്റാച്ചികൾ വന്നെങ്കിൽ കുറച്ചുകൂടി സുഗമമായി തിരച്ചിൽ നടത്താമായിരുന്നു, പല ഭാഗങ്ങളിലും തിരച്ചിൽ നടത്താമായിരുന്നു. തിരച്ചിലിന് പോലും ഒരു ഏകോപനം ഉണ്ടായിരുന്നില്ല. വന്നവരൊക്കെ പലയിടങ്ങളിൽ തിരയുന്ന അവസ്ഥകളിലേക്കൊക്കെ ആയിരുന്നു ആദ്യഘട്ടങ്ങളിൽ കാര്യങ്ങൾ പോയിരുന്നത്. എന്തായാലും ഇന്നും ഈ സമയത്തും തിരച്ചിൽ തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വിശദീകരിക്കാനുള്ളത്. അതേസമയം തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അതുപോലെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള ആളുകൾ ഇന്ന് ഇവിടെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോയി. ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ കണ്ട മറ്റൊരു കാഴ്ച, മാധ്യമപ്രവർത്തകരെ ദുരിതാശ്വാസ ക്യാമ്പിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചില്ല. മന്ത്രിയുടെ നിർദ്ദേശമുണ്ട് പ്രവേശിപ്പിക്കരുത് എന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർ പ്രതിപക്ഷ നേതാവിനോട് പല കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പുറത്തു വന്ന ശേഷം ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്നവർ പോലും പുറത്തു വന്ന് ഞങ്ങളോടും ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുകയുണ്ടായി. 3 ദിവസമായി അന്ന് ചളിക്കിടയിലൂടെ വന്ന വസ്ത്രങ്ങളാണ് ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്. വസ്ത്രങ്ങൾ പോലും ലഭിച്ചില്ല. സോപ്പ്, പേസ്റ്റ്, ബ്രഷ് ഇതൊന്നും തന്നെ ലഭിച്ചില്ല. 3 ദിവസമായി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കൃത്യമായി നടത്താൻ സാധിച്ചിട്ടില്ല ക്യാമ്പിൽ എന്നുള്ള കാര്യം അവർ ഞങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും അറിയിച്ചു എന്നാണ് അവർ പറഞ്ഞത്.